ഹലോ, ഇന്ന് നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് പോവാണ്, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അല്ലേ അതി. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഗിയത്രോണിലേക്കാണ്. ഇന്ന് എൻ്റെ 2 ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. ദിസ് ഈസ് റീൻ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിരിക്കുകയാണ് ബിസിനസ് ട്രിപ്പിന്. അപ്പോൾ ഇന്ന് നമ്മൾ ഗിയത്രോൺ കറങ്ങാൻ വേണ്ടിയിട്ട് പോവാം. ഒരാൾ ബാഗിലൂടെ ഒളിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ആംസ്റ്റർഡാം സൗദിലുണ്ട്. അപ്പോൾ സൗദിൽ വീണ്ടും ഇൻ്റർസിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അടുത്തൊരു 15 മിനിറ്റ്സിൽ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ടാവും. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ സെയിം പ്രോസസ്സാണ് കേട്ടോ, വേറെ ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 hour ഉണ്ട്. അപ്പോൾ 1 hour കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചു. ബൈ ബൈ. ഒരു ബിൽഡിംഗ് കണ്ട വളഞ്ഞ് എന്താണ്ടൊക്കെയോ പോലെയൊക്കെ ഇരിക്കുന്നത്. ഇത് വച്ചപ്പോൾ തെറ്റിപ്പോയതാണോ അത് അവരങ്ങനെ ഉദ്ദേശിച്ച് വെച്ചാണോ എന്ന് അറിയത്തില്ല. ആ സൈഡിലും ഉണ്ട് കേട്ടോ അങ്ങനത്തെ കുറെ ബിൽഡിങ്സ്. ഇത് മറ്റേ വല്ല ഫസ്റ്റ് ക്ലാസ് വല്ലതും ആണോ എന്ന് എനിക്ക് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ട്രെയിനാണോ? അയ്യോ, അവിടെ ആർട്ട് വർക്കൊക്കെ ഉണ്ട്. ട്രെയിനിനെ പറ്റി വലിയ പിടിയൊന്നുമില്ല കേട്ടോ. ഇത് തന്നെയാണോ ട്രെയിൻ എന്നൊന്നും അറിയാതെയാണ് ഞങ്ങൾ കയറിയത്. പിന്നെ പക്ഷേ നമ്മൾ നമ്പറൊക്കെ നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അനൗൺസ്മെൻ്റ് ഒക്കെ കേട്ടപ്പോൾ മനസ്സിലായി നമ്മൾ കറക്റ്റ് ട്രെയിനിൽ തന്നെയാണെന്ന്. ബേസിക്കലി സ്റ്റേഷൻ്റെ ഇൻഫർമേഷൻ നോക്കിയാൽ മതിയാവും. ഇതിൻ്റെ പേര് സ്റ്റീൻവിക്ക് അല്ലേ? സ്റ്റീൻവിക്ക്. അടുത്ത് ഇവിടെ നിന്ന് 2 മിനിറ്റിൽ നമ്മുടെ ഗിയത്രോൺ എക്സ്പ്രസ്. അയ്യോ, ഇത് തന്നെ ഗിയത്രോൺ എക്സ്പ്രസ്. സ്റ്റീൻവിക്ക് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ബസ് കിട്ടി. അങ്ങനെ നേരെ ബസ്സിൽ കയറി ഞങ്ങൾ ഗിയത്രോണിൽ ഇറങ്ങി. എവിടെ ക്യാമറ വെച്ചാലും നല്ല ഭംഗിയാണല്ലേ. ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ കഴിക്കാൻ എന്ത് കിട്ടുമെന്ന് അന്വേഷിക്കാം. ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ് അല്ലേ, പക്ഷെ നല്ല രസമാണ്. വെറും ബാക്ക്ഗ്രൗണ്ട് കേട്ടോ, സൂപ്പർ ബാക്ക്ഗ്രൗണ്ട്. ഓ, മൈ നെയിം ഈസ് സ്വാൻചെ. കൊള്ളാം. നമ്മളൊരു കുട്ടയ്ക്ക് എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലേ. 4 പേരുള്ളതുകൊണ്ട് തീരുമായിരിക്കും. പറയാൻ പറ്റില്ല, റേറ്റ് കണ്ടിട്ട് ചിലപ്പോ ക്വാണ്ടിറ്റി കുറവായിരിക്കും, പറയാൻ പറ്റില്ല. റേറ്റ് കുറവാണ് മറ്റിടത്ത് തന്നെ കാണാം. ഇതായിരുന്നു ചിക്കൻ സ്നിറ്റ്സൽ എന്ന് തോന്നുന്നു അല്ലേ. ഇത് വേറെന്തോ ഒരു ചിക്കൻ. ഇതിനകത്ത് വേറെന്തൊക്കെയോ ഒരു ചിക്കൻ. ഇത് സ്പഗറ്റി ബൊലോനീസ്. ഇത് കൊള്ളാം അല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. സ്വീറ്റ് അല്ലേ? സ്വീറ്റ് ആണ്. എല്ലാത്തിലും ഒരു ഉപ്പ് കുറവല്ലേ ഫീൽ ചെയ്തു. ഞാൻ സെപ്പറേറ്റ് തരുമോ ഉപ്പ്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഈ റെസ്റ്റോറൻറ്റിന് അകത്ത് ഒരു സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ, വിച്ച് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര യൂറോപ്യൻ തീമിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ നടന്ന് കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അവരെന്താ ഉദ്ദേശം? പ്യൂറോ ഇൻകണ്ടീഷണൽ. നടക്കാം അപ്പോൾ. ലെറ്റ്സ് ഗോ. ടിക്കറ്റിൻ്റെ അവിടെ നോക്കാം. അവിടെ നമുക്ക് ബോട്ടിൻ്റെ ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നു. എന്തോന്ന് ഓടിക്കാൻ അറിയാം? നിനക്ക് വണ്ടി അല്ലാതെ കാർ ഓടിക്കാൻ അറിയാമോ? ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ പറ്റത്തില്ലെന്ന്. ഞാൻ നല്ല ടാൻ ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ് ടാൻ അല്ലേ. നമ്മളിപ്പോൾ ബാക്കിൽ കാണുന്ന കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു കേട്ടോ. 10 euro ആണ് ഒരു അഡൾട്ടിന്. ചൈൽഡിന് എത്രയാണ്? അഡൾട്ട് 10 rupees-ഉം ചൈൽഡ് 10 rupees. 10 euroയും ചൈൽഡ് 5 euros ആണ് കേട്ടോ.
നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അതേ കൊത്തും. പോടാ നിന്റെ അടുത്ത് ആദ്യം അടുത്ത് എടാ പോടാ എടാ പോടാ. കൊത്തും പൂക്ക് നോക്കി കൊത്തും. ഇപ്പൊ ചിക്കൻ ഫ്ലോട്ട് ചെയ്യണത്, അത് ഡക്കല്ലേ? ഇത് അടുത്തത് വരുന്നു അത് ഫുഡിന് വരുന്ന എന്താ കേട്ടാ. We go through the old central through the old village, mostly about 1 hour, and then we go to there. ഇത് ഇവിടുത്തെ ഗിമന്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല തിരക്കാട്ടോ, ഇഷ്ടം പോലെ ബോട്ട്സ് ഉണ്ട്. ഇടിച്ചു ഇടിച്ചു ഇടിച്ചു. നല്ല തിരക്കാണ് കേട്ടോ. സൺഡേ കൂടെ ആയതുകൊണ്ട് ഫുള്ള് ബോട്ട്സ് തമ്മിൽ കൂട്ടിയിടിയോട് കൂട്ടിയിടി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മുടെ ആലപ്പുഴയ്ക്ക് സിമിലർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇവിടുത്തെ ഹൗസസ് ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. അതിൻ്റെ റൂഫും ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ട്രഡീഷണലാണ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസസ് കാണാൻ പറ്റും. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ റോഡില്ല. നമ്മൾ ആ കണ്ടു കഴിഞ്ഞാൽ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോഡൊന്നുമില്ല. പിന്നെ ഉള്ളതൊക്കെ ഈ ഒരു സ്ട്രീം, ഈ ഒരു പുഴയൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ജനറലി കമ്മ്യൂട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബോട്ടാണ് കേട്ടോ. ഇപ്പോൾ നടക്കാൻ പോയാൽ പോലും സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഈ ചെറിയ വഴികളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതൊന്നും കംഫർട്ടബിൾ അല്ല. അപ്പോൾ ഇവർ യൂസ് ചെയ്യുന്നത് ബേസിക്കലി ബോട്ടാണ്. ഗിയത്രോൺ അസച്ച് ഒരു ഫങ്ഷണൽ വില്ലേജ് തന്നെയാണ് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ചർച്ചസും സ്റ്റോഴ്സും എല്ലാം ഉണ്ട്. പക്ഷേ ഇൻ എ ഡിഫറെൻറ്റ് ബ്യൂട്ടിഫുൾ വേ. നിങ്ങൾക്കൊരു ഫുൾ ഡേ ഓഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റിലാക്സ്ഡ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഇവിടെ ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ ഹോട്ടൽസിൽ റൂം ബുക്ക് ചെയ്തിട്ട് നമുക്ക് വൺ ഓഫ് ദീസിൽ സ്റ്റേ ചെയ്ത് എൻജോയ് ചെയ്യാം കേട്ടോ.
1 അവറാണ് നമ്മുടെ ബോട്ടിങ്ങിൻ്റെ സമയം ഏകദേശം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടിംഗ് ആയിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ബോട്ട്സ് ഓടിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നോട്ട് എ ബിഗ് ഡീൽ. ഇപ്പോൾ ഇവിടെ ബോട്ട്സ് അവൈലബിൾ ആണ്, അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പോകാം. നമ്മൾ നടന്നു പോകാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മിക്ക സ്ഥലങ്ങളിൽ ഞങ്ങൾ ബോട്ട് പ്രിഫർ ചെയ്യുന്നത്. ഒരുപാട് ഏരിയാസിൽ നടക്കാൻ പറ്റില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒരു വാക്കിംഗ് ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഇതിൻ്റെ അകത്തെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഒരേ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ബോട്ടുകളുടെ റഷാണ്. ഇപ്പോൾ നമ്മൾ തനിയൊക്കെ ബോട്ട് എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടിയിടി എന്തായാലും ഉറപ്പാണ്. ഇതേ കണ്ടില്ലേ, ഇവിടെ ഫുള്ള് കൂട്ടിയിടിയാണ്. റോഡിൽ തന്നെ ട്രാഫിക് സഹിക്കാൻ വയ്യാത്ത നമ്മളാണ്. ഇനിയിപ്പോൾ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് ബോട്ട് ട്രാഫിക് ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും നേരം നമ്മൾ ബോട്ടിലിരുന്ന് ഗീത്രൂൺ കണ്ടു. ഇനി നമ്മൾ നടന്ന് ഗീത്രൂൺ കാണും. വാക്കിംഗ് ടൂർ. തുടക്കത്തിലെ ഏരിയാസ് ഒക്കെ ഏകദേശം കുറച്ച് സിറ്റി പോലെ തോന്നും. ഇവിടെയാണ് കൂടുതൽ സ്റ്റോഴ്സ്, ഓഫീസസ് ഒക്കെ ഉള്ളത്. ഇത് സീ ഫുഡ് ഷോപ്പ് തന്നെയാണ്. ഇതിൻ്റെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ 10 അല്ലേ കൊടുത്തത്, ഇവിടെ 950 ഉള്ളൂ. കിഡ്സ് പക്ഷേ സെയിം 5 പ്ലസ് ഫ്രീ കോഫി ടിക്കറ്റ് എവിടെ ഇട്. ഇതെല്ലാം ഷോപ്സ് ആണ്. ഇവിടെ നിന്നുള്ളത് വീടല്ല, ഇതെല്ലാം ഷോപ്സ് ആണ്. വാവ്, നല്ല വ്യൂ കേട്ടോ. നൈസ് വ്യൂ. ഹായ്, അടിപൊളിയല്ലേ. ഗിമൻഡേ ഹൗസ്. ഇതിവിടുത്തെ മുനിസിപ്പാലിറ്റി ആണെന്ന് തോന്നുന്നു. ഗിമൻഡേ ഹുയ്സ്. ഇത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അപ്പിന ബോട്ട് നടപ്പ് നോട്ടോ. അവിടെ എന്താ ഉള്ളതെന്ന് അറിയാലോ. വേറെ ടിക്കറ്റ് കാണുമായിരിക്കും, അപ്പം നോക്കാം. ഇത് ശരിക്കും നമ്മുടെ അതേ വെള്ളമല്ലേ, കറുത്തത് മലയാളി വെള്ളം. മ്യൂസിയം അല്ലേ, നൈസ്. നല്ല ഭംഗിയുള്ള മ്യൂസിയം. ഓ, ഇത് തന്നെയാണ് ചർച്ച്. ഓ, നൈസ് ചർച്ച്. ഒരു ഡിഫറെൻറ്റ് കളർ തീമിലുള്ള ചർച്ചാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്മോൾ ചർച്ചാണ്. ഇങ്ങനെ ഒരു ചർച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒരു ബ്ലൂ വൈറ്റ് തീമിൽ വരുന്നത്.
നടന്നു പോകാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി, ബിക്കോസ് ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. വളരെ ചെറിയ വഴികളും ഒരുപാട് ആൾക്കാരും വളരെ ചെറിയ പാലങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഭയങ്കര ഒരു കൺജസ്റ്റഡ് ഫീലിംഗ് ആയിരുന്നു ഈ ഏരിയയിൽ ഉണ്ടായിരുന്നത്. സൈക്കിൾസ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ട് പോകും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഉരുട്ടി പെറുക്കി എടുത്ത് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ കുറേ പേര് പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ ബേസിക്കലി ഈ വ്യൂ നല്ല രസമാണ്, നമുക്ക് മുകളിൽ നിന്ന് കാണാനായിട്ട് ഇങ്ങനെ ബോട്ട്സ് ഒക്കെ പോകുന്നത്. അപ്പോൾ അതൊക്കെ കാണാനൊരു രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സ്ഥിരം പരിപാടിയായ ഐസ്ക്രീം തീറ്റയിലേക്ക് കടന്നു. ഇവിടെ ഒരു നല്ല കഫേ കണ്ടു കേട്ടോ. അത് ജസ്റ്റ് ഒറിജിനൽ വില്ലേജ് പോലെ ഇരിക്കും, ആൾക്കാരൊക്കെ താമസിക്കുന്നത്. നമുക്കിങ്ങനെ കണ്ട് 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 നടക്കാം. ആകെ 2 റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്ന ഭാഗത്ത്. ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ കഫേ ആയിരുന്നു കേട്ടോ. അകത്ത് ഒരു പ്രത്യേക തീമൊക്കെ ആയിട്ടപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ആസ് യൂഷ്വൽ നമ്മൾ കുറച്ച് സൊവനീഴ്സ് ഒക്കെ നോക്കി ഇവർക്ക് വേണ്ടിയിട്ട്. നമ്മൾ സാൻഡാമിൽ കണ്ട അതേ സെയിം സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ ഇവിടെ ഉള്ളത്. അങ്ങനെ ഗിയത്രോൺ മുഴുവൻ ചുറ്റി കണ്ടിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ബൈ ബൈ പറയുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ 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 ബൈ.